ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ മേധാവി താമിർ യാഡി രാജിവെച്ചു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലി ഗവൺമെന്റിന് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള യാഡിയുടെ രാജി എന്ന് ഇസ്രായേലിലെ മീഡിയകൾ തന്നെ വിവരിക്കുകയാണ്. മേധാവി സ്ഥാനത്ത് നിന്ന് സാധാരണഗതിയിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും ഒരു രാജി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതാണ്. സൈനിക മേധാവികളിലുള്ള അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വരുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ രാജി എന്നുള്ളതും, അതോടൊപ്പം തന്നെ വിജയിക്കാത്ത ഒരു യുദ്ധമുനമ്പിൽ നിന്ന് സൈനികരെ നയിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായതുകൊണ്ടാണോ രാജി എന്ന കാര്യത്തിലൊക്കെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുകയാണ്. ശക്തമായിരിക്കുന്ന ഒരു നേതൃസ്ഥാനത്ത് നിന്നാണ് ഇത്രയും കാലം ഒക്ടോബർ 7 തീയതിയുള്ള ഹമാസ് ആക്രമണത്തോടനുബന്ധിച്ചുകൊണ്ട് സൈനികരെ ഇദ്ദേഹം നയിച്ചിരുന്നത്. പൊടുന്നനെ രാജിവെച്ചതോടുകൂടി ഗവൺമെന്റ് തന്നെ ഏറെക്കുറെ പ്രതിസന്ധിയായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി മുന്നോട്ട് നയിക്കുക, അല്ലെങ്കിൽ ആരായിരിക്കും ഈ മേധാവി സ്ഥാനത്തിലേക്ക് വരിക എന്ന കാര്യത്തിലൊക്കെ വലിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ്. ഗസയിൽ വെച്ച് ബന്ദികൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് അകത്ത് തന്നെ പ്രത്യക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പോലും ഈ നിലപാടിനെ അംഗീകരിക്കാത്തൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ഏറെക്കുറെ ഇസ്രായേലി ഗവൺമെന്റ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും വലിയ പ്രതിഷേധങ്ങളും ബന്ധുക്കളെല്ലാം ഇസ്രായേലിൽ നിന്നും ഇതുവരെ കേൾക്കുകയും അറിയുകയും ചെയ്യാത്ത തരത്തിലൊക്കെ ആ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറയുന്നത്, ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് നിസ്സംഗത കാണിക്കുന്നു, അവരെ മോചിപ്പിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നില്ല, അങ്ങനെ അവരെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധു ചർച്ചയൊക്കെ നടത്തുകയാണെങ്കിൽ, അതല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തുകയാണെങ്കിൽ അതിനോട് സഹകരിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഹമാസിന്റെ സൈനിക മേധാവികൾക്കിടയിലൊക്കെ ഉള്ളത് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും ഒടുവിലായി 2-3 തവണ ഈജിപ്തിൽ വെച്ചും ഖത്തറിൽ വെച്ചുമൊക്കെ മധ്യസ്ഥ ചർച്ച നടന്നിരുന്നു എങ്കിൽ പോലും അവിടേക്കൊന്നും ഹമാസിന്റെ പ്രതികൾ പങ്കെടുത്തിട്ടില്ല. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതികൾ പങ്കെടുക്കുകയും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തു. ആരാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുവേദിയിൽ പങ്കെടുക്കാൻ മാത്രം പരസ്പരം അംഗീകാരമുള്ള, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവ് ഇനി ആര് എന്ന ചോദ്യം വലിയ പ്രസക്തമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. തീവ്ര ആശയക്കാരനിടയിലുള്ള സമാധാന പ്രേമി എന്ന രീതിയിലാണ് ഹമാസിന്റെ മേധാവിയെ കണ്ടിരുന്നത്. ആ മേധാവിയാണ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തത്. അപ്പൊ ഇസ്മായിൽ ഹാനിയുടെ ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പിന്നീട് അത്ര തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. യഹ്യാ സിനാർ ഇപ്പോ ഹമാസിന്റെ മേധാവി സ്ഥാനത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും അത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രതിപ്പട്ടിലുള്ള വ്യക്തിയാണ് എന്നതിനാൽ അദ്ദേഹമായിട്ടുള്ള ഒരു ചർച്ചയൊന്നും ഒരുപക്ഷെ മറ്റു ലോകരാജ്യങ്ങൾ അംഗീകരിച്ചോളണമെന്നില്ല. അംഗീകരിക്കെങ്കിൽ തന്നെ ഇദ്ദേഹം അങ്ങനെ ചർച്ചയ്ക്ക് പോയിക്കൊള്ളണമെന്നില്ല. പൊതുരംഗത്ത് അങ്ങനെ പ്രത്യക്ഷപ്പെടാത്ത ഒരു വ്യക്തിയായും അന്താരാഷ്ട്ര മേഖലയിലൊന്നും അങ്ങനെ കാണാത്തൊരു വ്യക്തിയുമാണ് യഥാർത്ഥത്തിൽ യഹ്യാ സിനാർ എന്ന് പറയുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് തന്നെ ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കുറ്റപത്രം, ഇത് മാസങ്ങൾക്ക് മുമ്പേ തയ്യാറാക്കിയതാണ് എങ്കിൽ പോലും ദീർഘിപ്പിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്ക. ഇപ്പോൾ ആ കുറ്റപത്രം സമർപ്പിച്ചതിൽ 6 ഹമാസിന്റെ നേതാക്കൾക്കെതിരെ ഗൂഢാലോചന കുറ്റം, തീവ്രവാദ കുറ്റം, കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകി എന്ന തരത്തിലുള്ള ഭീകര കുറ്റം ആരോപിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ ഒക്ടോബർ 7 തീയതി നടന്നിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ പരാമർശം നടത്തിയിട്ടുണ്ട്. ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതും വെടിവെച്ച് കൊല്ലുന്നതുമായിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തോടൊപ്പം തന്നെ അമേരിക്കൻ പൗരനും കൊല്ലപ്പെട്ടത് അതിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോ ബന്ദികളാക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും അമേരിക്കൻ പൗരന്മാരുണ്ട് എന്ന സംശയം അവിടെ ജനിപ്പിക്കുന്നു. ഒക്ടോബർ 7 ശേഷം 43ഓളം അമേരിക്കൻ പൗരന്മാർ, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും പൗരത്വമുള്ളവർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് എന്ന് ഇതിനിടയിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറഞ്ഞതാണ്. അപ്പൊ യു എസ് പൗരന്മാരെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടും ഇസ്രായേൽ പൗരന്മാരെ അപായപ്പെടുത്തുന്നത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ അതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്ക പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ഈ കുറ്റപത്രം എത്രത്തോളം നടപടിയിലേക്ക് എത്തും എന്ന കാര്യത്തിലൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി 2 പ്രാവശ്യമാണ് വിധി പറഞ്ഞത്. അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല.
ഐക്യരാഷ്ട്രസഭ പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെതിരെ വിധി പറഞ്ഞിട്ടുണ്ട്, നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 165ഓളം രാജ്യങ്ങൾ അവതരിപ്പിച്ച ഒരു പ്രമേയം ഇപ്പോൾ നടപ്പിലാവാതെ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇസ്രായേലിനെ വലിയ രീതിയിലുള്ള ഭീകര രാജ്യമായിട്ട് കാണുന്ന തരത്തിൽ നിലപാടെടുക്കുന്ന രാജ്യങ്ങളും ഉണ്ട്. അറസ്റ്റ് ചെയ്ത് ജയിലടക്കണം എന്നുള്ളതും യുദ്ധകുറ്റത്തിന് വേണ്ടി വിചാരണ ചെയ്യണം എന്നുള്ളതും പല രാജ്യങ്ങളും വ്യത്യസ്ത ഘട്ടത്തിൽ പറഞ്ഞതാണ്. ഭീകരവാദികളുടെ നേതാവാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കുറിച്ച് തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ പറഞ്ഞതും വലിയ വിവാദമായിട്ട് തീർന്നതാണ്. റഷ്യ പോലും ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല, വിമർശിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ വലിയ അന്താരാഷ്ട്ര മേഖലയിലും രാജ്യാന്തര തലത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം നേരിടുകയും അതിനോടനുബന്ധിച്ച് തന്നെ വലിയ പ്രസ്താവനകൾ വ്യത്യസ്ത രാജ്യത്തിലെ ഭരണാധികാരികൾ പുറപ്പെടുവിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു കേസ് ഒരു ഭാഗത്തുണ്ടാകുന്ന സമയത്ത് അമേരിക്കയുടെ കുറ്റപത്രം, ഹമാസിനെതിരെയുള്ള കുറ്റപത്രം എത്രത്തോളം സ്വീകാര്യതമാണ് എന്നുള്ള കാര്യത്തിലൊക്കെ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മീഡിയകളും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ രണ്ട് അഭിപ്രായക്കാരാണ്. ഇത് ലക്ഷ്യത്തിലെത്തുകയോ ഇല്ല എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സാമ്പത്തികപരമായ രീതിയിൽ ഗസക്ക് നൽകുന്ന സഹായങ്ങളൊക്കെ പിൻവലിക്കുക, അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് ഏതെങ്കിലും രാജ്യങ്ങൾ ഇവർക്ക് നൽകുന്ന സഹായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് അത് കണ്ടെത്തുക, ഈ കാര്യങ്ങളൊക്കെ മുൻപ് ഇസ്രായേൽ പറഞ്ഞത് ഏറെക്കുറെ അമേരിക്ക ശരിവെക്കുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇപ്പോ ബന്ദികൾ കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് പ്രത്യേകമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പല ഇസ്രായേലിന്റെ ഭാഗങ്ങളിൽ ഇപ്പൊ ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ബന്ദിമോചനം ഒരു കടമ്പയാണ് എന്നുള്ളതും അതൊരു പരീക്ഷണമാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ അവര് നേർക്കുനേരെ ബന്ദികളുള്ള സ്ഥലം കണ്ടെത്തിയാൽ പോലും അവരെ മോചിപ്പിക്കാൻ പറ്റാത്ത വിധം വലിയ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. ഏറ്റുമുട്ടലുകളിൽ ഈ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതിന്റെ അപ്പുറമായ രീതിയിൽ ആ ഘട്ടത്തിൽ ബന്ദികളെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ബന്ദികളെ വെടിവെച്ച് കൊല്ലുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഇതൊന്നും മുൻപില്ലാത്തതാണ്. തീവ്രമായിരിക്കുന്ന കുറച്ചുകൂടി ചിന്താധാരയിലൂടെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രണ്ട് വിഭാഗം പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓരോരോ ദിവസവും 20 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ ഗസയുടെ ഭാഗങ്ങളിൽ കൊല്ലപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ അതിനേക്കാളും സംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട്. പരമാവധി ബിൽഡിങ്ങുകളൊക്കെ തകർന്നിരിക്കുന്നു, അഭയാർത്ഥി ക്യാമ്പ് പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നൊക്കെ അന്താരാഷ്ട്ര മീഡിയകൾ പല ഘട്ടങ്ങളിലും റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പൊ പകർച്ചവ്യാധിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസുലിൻ കൊടുക്കുന്നതിനോടനുബന്ധിച്ച് കുറഞ്ഞ ഒരു ഇളവ്, ഒരു 2 ദിവസത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ശാന്തത ഗസയുടെ ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ആ സമയത്തെ പീരീഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും മുൻപ് അഭയാർത്ഥി ക്യാമ്പായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് നേരെയുള്ള സ്ഫോടനത്തിൽ ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഇസ്രായേലിന്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിലൊന്നും ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് നിലവിൽ സാധിച്ചിട്ടില്ല എന്നത് വലിയൊരു പ്രതിസന്ധി, വലിയൊരു പ്രശ്നവുമായിട്ട് തന്നെ അവിടെ നിലനിൽക്കുകയാണ്. ജനങ്ങൾ ഈ ഹമാസിന്റെ നേതാവിനെ കൊല്ലപ്പെട്ട അതിനോടനുബന്ധിച്ചൊക്കെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് വലിയ പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ ആ പിന്തുണ ബന്ദികളെ കൊലപാതകമായിട്ട് വിഷയം വന്നതോടുകൂടി അത് നേരെ തിരികെയും ഇസ്രായേൽ ഗവൺമെന്റിനും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനുമെതിരെ വലിയ പ്രതിഷേധമായിട്ട് അത് മാറുകയും ചെയ്തു. അങ്ങനെ പരിണാമം വന്നതോട് കൂടിയിട്ട് രാജ്യത്തിന്റെ അകത്തുള്ള ആഭ്യന്തര വിഷയങ്ങളും രാജ്യത്തിന്റെ പുറത്തുമുള്ള അന്താരാഷ്ട്ര പ്രതിരോധവും ഒരേ സമയത്ത് തടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാർ സാധിക്കാത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ബന്ദികളുടെ ബന്ധുക്കളോട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മാപ്പ് ചോദിച്ചതും തങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ വലിയ ഖേദമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലെ ചില ബന്ദികളുടെ ബന്ധുക്കളൊന്നും പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. തങ്ങൾക്ക് തന്നെ കാണേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറയുന്നത് ഒരു കരാർ വ്യവസ്ഥയോട് കൂടി മോചിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ചെയ്യാതെ ഏകാധിപത്യപരമായിരിക്കുന്ന നിലപാടെടുത്തത് കൊണ്ടാണ് തങ്ങളുടെ ബന്ധുക്കൾ മരിക്കാൻ കാരണമായത് എന്നും 1 വർഷത്തോളം അവർ ജീവനോടെ ഉണ്ടായിരുന്നു. 1 വർഷം എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 10 മാസം കഴിഞ്ഞ് 11ാമത്തെ മാസത്തിലേക്ക് എത്തിയിരിക്കുന്ന ഇത്രയും കാലയളവിൽ അവർ ജീവനോടെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തിയ സമയത്താണ് അവിടെ വെടിവെപ്പുണ്ടാകുന്നത്, ബന്ദികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേലി സൈന്യം സൃഷ്ടിക്കുന്നത് തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ്. അതൊരു നല്ല രീതിയിലേക്ക് തങ്ങളുടെ ബന്ധുക്കളെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു വിഷയങ്ങൾ അവിടെ ഉണ്ടാകും എന്ന തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാർ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്.
അപ്പൊ രാജ്യത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ മൊത്തത്തിൽ നിശ്ചലമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ പ്രക്ഷോഭകാരികൾ ചെയ്യുന്നത് എന്നുള്ളതും പരമാവധി അവരെ അറസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അവരെ ഈ ലാത്തി ചാർജോ മറ്റോ കൊണ്ട് അവരെ ഈ സമര മുഖത്ത് നിന്ന് മാറ്റാനോ ഇസ്രായേൽ ഗവൺമെന്റ് താൽക്കാലികപരമായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്ഥിരമായ രീതിയിൽ സാധിക്കുക എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയമായിട്ട് ഇപ്പൊ നിലനിൽക്കുകയും ചെയ്യാണ്. അപ്പോ ഈ പ്രതിസന്ധി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്ന സമയത്ത് ഏറെക്കുറെ ഇസ്രായേലിനോട് ചേർന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാടുകൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു, തീവ്രവാദികളായിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു, അവർ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനം, ഗൂഢാലോചനകൾ, തട്ടിക്കൊണ്ടുപോകൽ, അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ പറയുന്നു. അങ്ങനെ എന്താണോ ഇസ്രായേൽ പറയുന്നത് ആ പറയുന്ന അതേ രീതിയിലുള്ള ഭാഷയിൽ ഇപ്പോൾ അമേരിക്ക സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇതിനെങ്ങനെ അതിജീവിക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഐഡിയ ഒന്നും ഇപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കക്കോ പറയാനില്ല. ഈ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ഏത് സമയത്താണ് യുദ്ധം ചെയ്യുക എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഏത് സമയത്തും അത് ഉണ്ടാവാം എന്നുള്ള അഭിപ്രായം പുറത്തു വരികയാണ്. അപ്പോ അതിന്റെ ആരംഭം എന്ന ഘട്ടത്തിലാണ് ഹിസ്ബുള്ള ഗ്രൂപ്പിനെ കൊണ്ട് ഇറാൻ യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് മിസൈലുകളും ഒരുപാട് റോക്കറ്റുകളും ഇസ്രായേലിൽ പതിക്കുന്നതും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഇതിന്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതാണ്. അപ്പൊ യുദ്ധത്തിന്റെ സ്ഥിതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ഇടയിൽ IDF-ന്റെ മേധാവി രാജിവെച്ചു എന്ന് പറയുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമാണ്. ഇതിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ, അതായത് കൃത്യമായ രീതിയിലുള്ള കാര്യകാരണങ്ങളൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ പറയുന്നത്. ഈ പ്രതിസന്ധി അതിജീവിക്കുക എന്നുള്ളത് ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാര്യമെന്ന് പറയുന്നത് ഏത് കാര്യത്തിനാണ് മേധാവി രാജിവെച്ചത് എന്നുള്ളതിന്റെ വിശദീകരണം ഇപ്പോഴും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. വിജയിക്കാത്ത ഒരു യുദ്ധമുഖത്ത് ഈ സൈനികരെ നയിക്കാൻ വേണ്ടി തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും യഥാർത്ഥത്തിൽ തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല.